നമസ്കാരം, ഞാൻ റീന മാർട്ടിൻ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. പലർക്കും പലതരത്തിലുള്ള കഴിവുകളായിരിക്കും. പെയിൻറ്റിങ്സിനായിരിക്കും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ബേസ്ഡ് കാര്യങ്ങൾ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഉണ്ട്, ഫ്ലവർ മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ കഴിവുകളൊക്കെ ഒരു ഹോബികളാക്കി മാറ്റാം. അപ്പം നമുക്ക് ഒഴിവ് സമയങ്ങളിൽ ഈ ഹോബികളൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്ന് ചെയ്താലോ? അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഞാൻ ഫിംഗർ മാജിക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ഫോം ഷീറ്റ് വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കാം. വാട്ടർ ലില്ലിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിനിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ഇഞ്ച് വിഡ്ത്തിലും 3 ഇഞ്ച് ലെങ്ത്തിലേക്കുള്ളൊരു പീസ് എടുക്കാം. അപ്പം എന്നിട്ട് അതിനെ നമുക്ക് കളർ കൊടുക്കാം. ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് ഞാൻ കൊടുത്തേക്കണത്. അതിപ്പോൾ റെഡിലേക്ക് കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു പിങ്ക് കളറാക്കി എടുത്ത്. അതിലിനി വൈറ്റാക്കി തന്നെ വയ്ക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പിങ്ക് കളറിലേക്ക് ആക്കിയെടുത്ത് അത് ഫാബ്രിക് പെയിൻറ്റ് അടിച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്താൽ മതി. അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിനെങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ട് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് നമുക്കിങ്ങനെ ഒരു ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതിയിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് അതിനെ പതുക്കെ ചരിച്ച് അതിൻ്റെ മിഡിലിൽ നിന്ന് 2 സൈഡിലേക്കും ചരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളത് മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. ഇത് മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് ആക്ച്വലി അത് നമ്മളിപ്പോൾ സോളാ വുഡിൽ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള പേപ്പറിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ താഴെ കട്ടിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഫോം ഷീറ്റ് കുറച്ച് കട്ടി കൂടുതലുള്ളതുകൊണ്ട് താഴെ ഞാനിതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ഞാനതിൻ്റെ ലീഫിന് വേണ്ടിയിട്ട് 2 റൗണ്ടായിട്ട് 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു ബൗളിലേക്കാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ ലീഫ് മതി. അതിൻ്റെ മിഡിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അരികിൽ ഇങ്ങനെ പതുക്കെ ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതിന് ഫാബ്രിക് പെയിൻറ്റ് തന്നെ അടിച്ചു കൊടുക്കാം. ഗ്രീൻ കളറാണ് ഇപ്പോൾ ഞാനിതിന് അടിച്ചു കൊടുക്കുന്നത്. ഒരു കോട്ട അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്കെടുക്കാം. ഇപ്പോൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു സ്റ്റിക്കാണ്. അപ്പോൾ സാധാരണ ഇറുക്കിലെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനിങ്ങനെ പതുക്കെ ചുറ്റി ആദ്യം നമ്മളിങ്ങനെ നന്നായിട്ടൊരു 2-3 ഫോൾഡ് അങ്ങനെ ചുമ്മാ കൊടുക്കുക. ഒന്ന് 2-3 ചുറ്റി കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല. ഫോം ഷീറ്റ് ആയതുകൊണ്ടേ കയ്യിൽ തെന്നി പോകും. പിന്നെ ഇങ്ങനെ പതുക്കെ ഒന്ന് ചുളുക്കി അങ്ങനെ ലൂസാക്കിയിട്ട് അതിനെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് നമുക്കതിനെ ത്രെഡും കൊണ്ട് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ത്രെഡ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്പർ 10 ആണ്. എപ്പോഴും ഫ്ലവർ മേക്കിങ്ങിന് നല്ലത് നമ്പർ 10 ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3-4 ചുറ്റി കിട്ടുമ്പോൾ തന്നെ നല്ലോണം ടൈറ്റായിട്ടിരുന്നു. എന്നിട്ട് പിന്നെ കൈ കൊണ്ട് പതുക്കെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് കട്ടാവാത്തത് നമ്മളൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വിടരാൻ വേണ്ടിയിട്ടേ, അല്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ കൂടിയിരിക്കും. വിടരാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് വിടർത്താൻ പറ്റും. മിഡിലായിട്ട് വിടർത്തണ്ട കേട്ടോ, അതിങ്ങനെ കൂടി തന്നെ ഇരുന്നോട്ടെ. ഇങ്ങനെ വിടർത്തിയെടുക്കുക. നമുക്കതിന് ഫ്ലവർ ടൈപ്പ് ചുറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് വളരെ ഈസി അല്ലേ, നല്ല ഭംഗിയുള്ളൊരു വാട്ടറിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഫോം ഷീറ്റിൽ പിന്നെ നമുക്ക് സോളാ വുഡിൽ ഉണ്ടാക്കാം കേട്ടോ. സോളാ വുഡിൽ ഉണ്ടാക്കിയാലും നല്ല ഭംഗിയാണത്. ഇത് നമുക്കത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ബൗൾ എടുക്കുക. പെബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെബിൾസ് എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വൈറ്റ് ഇട്ടിട്ട് ഒരു ഫ്ലോറൽ ഫോം എടുത്ത് നടുക്ക് വെച്ച് നമുക്കതിൽ ഫ്ലവേഴ്സ് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഫോമിനെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി പെബിൾസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കത് ബ്ലൂ കളറാക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് പെയിൻറ്റ്, വാട്ടർ ബേസ്ഡ് ഗ്ലാസ് പെയിൻറ്റ് ഞാൻ അതിൽ കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ബ്ലൂ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണത്. അതല്ലെങ്കിൽ ബ്ലൂ ഒരു ബൗളിൽ വെച്ചാലും മതി, ഭംഗിയായിരിക്കും. എനിക്കൊന്ന് അതിൽ ലീഫ് അങ്ങോട്ട് ചുമ്മാ മുകളിലേക്ക് വെറുതെ വെച്ച് കൊടുത്താൽ മതി. അത് ഫ്ലോട്ട് ചെയ്ത് അങ്ങനെ കിടന്നോളും. ഇപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് വയ്ക്കാം. ഒത്തിരി ആൾ ഇരുന്നോളൂ കേട്ടോ. അത് വെള്ളം ഡ്രൈ ആയി പോയാലും കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നോളും. നല്ല ഭംഗിയായിട്ട് ഇരുന്നോളൂ. അത്
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.